ഇപ്പോഴും താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു? കൂടുതൽ പിന്തുണയ്ക്കുന്ന കാര്യം രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. മുമ്പ് നമ്മൾ കരുതിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അബദ്ധത്തിൽ കുട്ടി ഉണ്ടായിരുന്നതാണ്. നമ്മളെല്ലാം അങ്ങനെയാണ് വിചാരിച്ച് ശ്രദ്ധിച്ച് കാണും. അതായത് ഈ ഡെലിവറി ആയപ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ അറിയാതെ അബദ്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഗ്നൻ്റ് ആക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെന്നാണ്. ഇതങ്ങനെയല്ല. ഒരു മാസം മുഴുവൻ പ്ലാൻ ചെയ്ത് എനിക്ക് കുട്ടി വേണമെന്നും മാർച്ച് മുഴുവൻ നമുക്ക് ട്രൈ ചെയ്യാമെന്നും ഇത്ര പ്ലാൻ ചെയ്തുണ്ടാക്കുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനെ പീഡനമെന്നാണോ നമ്മുടെ നാട്ടിൽ വിളിക്കുക? അപ്പോൾ ഈ മരുന്ന് കൊടുത്ത് എത്തിച്ചതും ഈ ഗർഭചിത്രം നടത്തിയതും ഒക്കെ ശരിയാണെന്നാണോ താങ്കൾ സാർ, ആ മരുന്ന് കഴിച്ചതാ ഡോക്ടർ കൺസേൺ ഇല്ലാതെ? എനിക്കറിയില്ല. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിനി അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ആ പെൺകുട്ടി സ്വയമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വാ പിടിച്ച് കുത്തി തുറന്ന് വായുടെ ഉള്ളിലേക്ക് മരുന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ പറ്റിക്കാനാണ്. പീഡനമെന്ന വാക്ക് നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണ്. നിർബന്ധമെന്ന വാക്ക് നമ്മളെ പറ്റിക്കാൻ പറയുന്നതാണ്. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മോശക്കാരനാക്കാൻ ആർക്കും പറ്റും. ഇന്നലെ വരെ പറഞ്ഞിരുന്ന വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, നിർബന്ധിച്ച്